ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 97ാമത്തെ സൂറത്തും 30-ാം ജുസുയിൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 20ാമത്തെ സൂറത്തുമായ സൂറത്തുൽ ഖദർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അൽ ഖദർ എന്ന് പറഞ്ഞാൽ നിർണയം, വിധി നിർണയം, ബഹുമാനം, മഹത്വം, വിധി എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറത്തിൽ 5 ആയത്തുകളാണ് ആകെയുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകൾ മാത്രമുള്ള 4 സൂറത്തുകളാണുള്ളത്. അത് ഈ സൂറത്തിന് പുറമെ സൂറത്തുൽ ഫീൽ, സൂറത്തുൽ മസദ്, സൂറത്തുൽ ഫലഖ് എന്നിവയാണ്. ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ റ എന്നുള്ള അക്ഷരമാണുള്ളത്. ഈ സൂറത്ത് മക്കിയ ആണോ മദനിയ ആണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും മക്കിയ ആണ് എന്നുള്ളതാണ് കൂടുതൽ പ്രബലമായ അഭിപ്രായം. നമുക്ക് ഈ സൂറത്ത് ഇന്ന് പഠിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആദ്യ ആയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്ന നിശ്ചയമായും നാം. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, നാ എന്ന് പറഞ്ഞാൽ നാം. അത് രണ്ടും കൂടെ ചേർത്ത് ഇന്നനാ എന്നും പറയാം, ഇന്നാ എന്നും പറയാം. 2 രൂപത്തിലും പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നാ നിശ്ചയമായും നാം, ശരിക്ക് ഇന്നയുടെ കൂടെ നഹനു എന്ന് ചേർത്തതാണ്. പക്ഷേ ഒന്നിച്ച് ചേർത്ത് പറയുമ്പോൾ ഇന്ന നഹനു എന്നല്ല പറയാം, ഇന്നാ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഇന്നനാ എന്നാണ് പറയുക. തീർച്ചയായും നാം. അൻസൽനാഹു, നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, അവതരിച്ചു. തനസ്സല എന്ന് പറഞ്ഞാലും ഇറങ്ങി, അവതരിച്ചു. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി അല്ലെങ്കിൽ അവതരിപ്പിച്ചു. നസ്സല എന്ന് പറഞ്ഞാലും ഇറക്കി, അവതരിപ്പിച്ചു. അപ്പോൾ ഇവിടെ അൻസല ഇറക്കി അല്ലെങ്കിൽ അവതരിപ്പിച്ചു. അൻസൽ നാ, അവസാനത്തിലൊരു നാ ചേർന്നു. നാം അവതരിപ്പിച്ചു, നാം ഇറക്കി. ഹു അതിനെ, അതായത് പരിശുദ്ധ ഖുർആനിനെ. അൻസൽ നാഹു നാം അതിനെ ഇറക്കി, നാം അതിനെ അവതരിപ്പിച്ചു. ഫീ ലൈലത്തിൽ ഖദ്ർ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ലൈലത്ത് രാത്രി, ലൈലുൻ എന്ന് പറഞ്ഞാൽ രാത്രി. ലൈലത്ത് എന്ന് പറയുമ്പോൾ ശരിക്ക് രാത്രിയും പകലും കൂടെ ചേർന്ന ഒരു ദിവസത്തിനാണ് പൊതുവേ പറയുക. എങ്കിലും അതിന് രാത്രി എന്നർത്ഥം കൊടുക്കാം. അൽ ഖദ്രി നിർണയത്തിൻ്റെ, അല്ലെങ്കിൽ വിധി നിർണയത്തിൻ്റെ, അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ, അല്ലെങ്കിൽ വിധിയുടെ, അല്ലെങ്കിൽ ബഹുമാനത്തിൻ്റെ. അപ്പോൾ ഫീ ലൈലത്തിൽ ഖദ്ർ നിർണയത്തിൻ്റെ രാത്രിയിൽ, വിധി നിർണയത്തിൻ്റെ രാത്രിയിൽ, മഹത്വത്തിൻ്റെ രാത്രിയിൽ, അല്ലെങ്കിൽ വിധിയുടെ രാത്രിയിൽ, ബഹുമാനത്തിൻ്റെ രാത്രിയിൽ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും നാം അതിനെ വിധി നിർണയത്തിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചു. അടുത്തായത്ത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. വമാ അദ്റാക, ഈ ഒരു പദപ്രയോഗം മുമ്പ് നമ്മൾ പഠിച്ചു പോയതാണ്. നിനക്ക് എന്തറിയാം. ശരിക്ക് ദറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, അദ്റ എന്ന് പറഞ്ഞാൽ അറിയിച്ചു. അദ്റാക നിന്നെ അറിയിച്ചു. മാ അദ്റാക എന്താണ് നിന്നെ അറിയിച്ചത്. അതിൻ്റെ തുടക്കത്തിലൊരു വാവുണ്ട്, അത്തഫിൻ്റെ വാവാണ്. തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർത്ത് ഇതും കൂടെ മനസ്സിലാക്കാൻ. വമാ അദ്റാക എന്താണ് താങ്കളെ അറിയിച്ചത്. മാ ലൈലത്തുൽ ഖദ്ർ, മാ എന്താണ്, ലൈലത്തുൽ ഖദ്ർ നിർണയത്തിൻ്റെ രാത്രി. അപ്പോൾ നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണെന്നാണ് താങ്കളെ അറിയിച്ചത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. ലൈലത്തുൽ ഖദ്ർ നിർണയത്തിൻ്റെ രാത്രി, ഖൈറുൻ അത് ഏറ്റവും ഉത്തമമാണ്, മിൻ അൽഫി ഷഹ്ർ. അൽഫ് എന്ന് പറഞ്ഞാൽ 1000, ഷഹർ എന്ന് പറഞ്ഞാൽ മാസം. മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അതിനേക്കാൾ. ശരിക്കും മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് അർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അതിനേക്കാൾ. അപ്പം മിൻ അൽഫി ഷഹർ 1000 മാസത്തേക്കാൾ.
അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, നിർണയത്തിൻ്റെ രാത്രി 1000 മാസത്തേക്കാൾ മേന്മയുള്ളതാണ്, 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അടുത്ത ആയത്ത് തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലു, തനസ്സല എന്ന് പറഞ്ഞാൽ അവതരിച്ചു അല്ലെങ്കിൽ ഇറങ്ങി. അതിൻ്റെ മുദാരിഅ് യതനസ്സലു തതനസ്സലു എന്നൊക്കെയാണ്. ഇറങ്ങും അല്ലെങ്കിൽ ഇറങ്ങുന്നു, അവതരിക്കും അല്ലെങ്കിൽ അവതരിക്കുന്നു. പക്ഷേ ഇവിടെ തതനസ്സലു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ആ 2 താകളിൽ ഒരു താവിനെ കളഞ്ഞിട്ടുണ്ട്, ആ രൂപത്തിൽ ഒഴിവാക്കാം. അപ്പോൾ തനസ്സലു എന്നായി. ശരിക്കും അവിടെ തതനസ്സലു എന്നാണ്. അപ്പോൾ അവതരിക്കും അല്ലെങ്കിൽ ഇറങ്ങും അല്ലെങ്കിൽ ഇറങ്ങുന്നു. ആര്? അൽ മലായിക്കത്തു. മലക്ക് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മലായിക്കത്ത്, മലക്കുകൾ. മാത്രമല്ല വർ റൂഹു, റൂഹും, വാവ് അത്ഫിൻ്റെ വാവാണ്. വർ റൂഹു, റൂഹും. അവിടെ റൂഹ് എന്നുള്ളതിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശിച്ചത് എന്നർത്ഥമുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ വലിയ വലിപ്പമുള്ള മറ്റൊരു മലക്കാണ് എന്നുള്ള അർത്ഥമുണ്ട്. കാരുണ്യം എന്നർത്ഥം കൊടുത്തവരുണ്ട്. ശരി, തനസ്സലുൽ മലായിക്കത്തു വർ റൂഹു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മറ്റു മലക്കുകളും ഇറങ്ങും അല്ലെങ്കിൽ ഇറങ്ങുന്നു. ഫീഹ, അതിൽ, അതായത് ആ രാത്രിയിൽ. ബി ഇസ്നി റബ്ബിഹിം, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ഇസ്ന്, ഇസ്ന് എന്ന് പറഞ്ഞാൽ ഉത്തരവ് അല്ലെങ്കിൽ അനുവാദം, സമ്മതം എന്നൊക്കെ. ബി ഇസ്നി, ഉത്തരവ് കൊണ്ട് അല്ലെങ്കിൽ ഉത്തരവുമായി, അനുവാദം കൊണ്ട്, സമ്മതം കൊണ്ട്. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ, റബ്ബ് എന്ന് പറഞ്ഞാൽ നാഥൻ, രക്ഷിതാവ്. റബ്ബിഹിം, അവരുടെ റബ്ബ്, അവരുടെ നാഥൻ, അവരുടെ രക്ഷിതാവ്. അപ്പോൾ അവരുടെ രക്ഷിതാവിൻ്റെ അനുവാദവും കൊണ്ട്, അവരുടെ രക്ഷിതാവിൻ്റെ ഉത്തരവുമായി. മിൻ കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും. മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെക്കുറിച്ച്, കുല്ല് എല്ലാം, അമ്ര കാര്യം. മിൻ കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അമ്ര. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മറ്റു മലക്കുകളുമെല്ലാം അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ഉത്തരവ് പ്രകാരം ആ രാത്രിയിൽ ഇറങ്ങുന്നു. സലാമുൻ ഹിയ ഹത്ത മത്ലഅൽ ഫജ്ർ. സലാമുൻ, ശാന്തിയാണ് അല്ലെങ്കിൽ സമാധാനമാണ്. ഹിയ, അത്. ഹത്ത മത്ലഅൽ ഫജ്ർ, ഹത്ത വരെ. മത്ലഅ, ഉദയം. അൽ ഫജ്ർ, പ്രഭാതത്തിൻ്റെ. സലാമുൻ ഹിയ ഹത്ത മത്ലഅൽ ഫജ്ർ, പ്രഭാതത്തിൻ്റെ ഉദയം വരെ, അതായത് പ്രഭാതോദയം വരെ അത് ശാന്തിയാണ്, സമാധാനമാണ്. ഇനി നമുക്ക് ഈ ഒരു ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്തിൽ അള്ളാഹു പറയുന്ന കാര്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, തീർച്ചയായും നാം അതിനെ നിർണായകമായ രാത്രിയിലാണ് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഇറക്കിയത്. ഏതിനെ? അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ആ പറയുന്നത്. പരിശുദ്ധ ഖുർആനെ അള്ളാഹു എന്നാണ് ഇറക്കിയത് എന്നുള്ള കാര്യം പരിശുദ്ധ ഖുർആനിൽ തന്നെ 3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് ഇവിടെ, മറ്റൊന്ന് സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്ത്, മറ്റൊന്ന് സൂറത്തു ദുഹാനിൻ്റെ 3-ാമത്തെ ആയത്ത്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് ലൈലത്തുൽ ഖദ്റിലാണ് നാം അതിനെ ഇറക്കിയത്, പരിശുദ്ധ ഖുർആനെ ഇറക്കിയത്. ഇനി ഇവിടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നിർണായകമായ രാത്രിയിലാണ് നാം അതിനെ അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ 23 വർഷങ്ങൾ കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സൂറത്തിൽ ലൈലത്തുൽ ഖദ്റിൽ നാം അതിനെ ഇറക്കി കൊടുത്തു എന്ന് പറയാം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ അവതരണം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ തുടക്കമാണ് എന്നതാണ് ഒരു അഭിപ്രായം. അതായത് പരിശുദ്ധ ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ച് കൊടുത്തത്, ആദ്യമായിട്ട് അത് ഇറക്കി കൊടുക്കുന്നത് ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ്. അതായത് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ഈ ലൈലത്തുൽ ഖദ്റിലാണ്. സൂറത്തുൽ അലക്കിൻ്റെ ആദ്യ 5 ആയത്തുകളാണല്ലോ ഏറ്റവും ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ആ ഒരു അവതരണത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് ലൈലത്തുൽ ഖദ്റിലാണ്. ഇതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എല്ലാ വിവരങ്ങളും അള്ളാഹു ശേഖരിച്ചു വച്ചിരിക്കുന്ന ഒരു സുരക്ഷിത ഫലകം എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനെ
ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒന്നാം ആകാശത്തുള്ള ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന അന്തസ്സിൻ്റെ ഗേഹം, അജയ്യതയുടെ ഗേഹം എന്നൊക്കെ പറയുന്ന ആ ഒരു ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നിച്ച് ഇറക്കി കൊടുത്തു. പിന്നീട് ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അല്പാൽപമായി സാന്ദർഭികമായി കുറച്ച് 23 വർഷങ്ങൾ കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തു. അപ്പോൾ ഒന്നിച്ച് ആ ഒരു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയതാണ് ഇവിടെ പറയുന്നത് എന്നതാണ് മറ്റൊരു അഭിപ്രായം. ആ അഭിപ്രായം പറയാനൊരു കാരണവുമുണ്ട്. കാരണം അൻസല എന്നുള്ള പദത്തിന് ഒന്നിച്ച് ഇറക്കി എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രൂപത്തിൽ അവിടെ ആ വ്യാഖ്യാനം കൊടുക്കുന്നത്. ഇനി മൂന്നാമതായി ഇത് രണ്ടും നടന്നത് ഈ ലൈലത്തുൽ ഖദറിലാണ് എന്ന അഭിപ്രായമുണ്ട്. അതായത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നിച്ചിറക്കി, എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ അവതരണവും അന്ന് തന്നെ നടന്നു. ആദ്യത്തെ അവതരണം എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ 5 വചനങ്ങൾ, സൂറത്തുൽ അലക്കിൻ്റെ ആദ്യ 5 വചനങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തതും അന്ന് തന്നെ എന്ന അഭിപ്രായവും ഉണ്ട്. ഏതായാലും ലൈലത്തുൽ ഖദറിലാണ് നാം അതിനെ അവതരിപ്പിച്ചത്. ഇവിടെ ലൈലത്ത് എന്നുള്ള പദം വന്നു. രാത്രിയും പകലും അടങ്ങുന്ന ഒരു ദിവസം എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ അതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ലൈലത്തുൽ ഖദർ ഒരു രാജ്യത്ത് നടക്കുമ്പോൾ മറ്റേ രാജ്യത്ത് എങ്ങനെ കിട്ടുക? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രാത്രിയാണെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പകലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് രാത്രിയിൽ ആ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും, ലൈലത്തുൽ ഖദർ കിട്ടും. പക്ഷേ എങ്ങനെ മറ്റൊരു രാജ്യക്കാർക്ക് ആ സമയത്ത് പകലുള്ള രാജ്യക്കാർക്ക് കിട്ടും? അതിൻ്റെ ഒരു മറുപടി കൂടിയാണ് ഇത്. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും അടങ്ങുന്ന ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രിയും പകലും അടങ്ങുന്ന ദിവസത്തിൽ എല്ലാ രാജ്യക്കാർക്കും രാത്രി എന്തായാലും ഒന്ന് കിട്ടുമല്ലോ. ഒരു കൂട്ടർക്ക് രാത്രിയാകുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് പകലാണെങ്കിലും ആ പകലുള്ള കൂട്ടർക്കും രാത്രി കിട്ടുമല്ലോ അതേ ദിവസം തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ രാത്രിയിലാണ് അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുക എന്നർത്ഥം. ഇനി വമാ അദ്റാക ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്ക് എന്തറിയാം? അതൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല. നിനക്കതിനെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുന്നത് മറുപടി കിട്ടാനുള്ള ചോദ്യമല്ല, മറിച്ച് ശ്രദ്ധ കൂടുതൽ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഞാൻ പറഞ്ഞു തരാം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് ലൈലത്തുൽ ഖദർ. ഈ 1000 മാസത്തേക്കാൾ എന്ന് പറയുമ്പോൾ 1000 മാസത്തിൻ്റെ മേലേക്ക് എത്രയും ആവാം അതിൻ്റെ പുണ്യം. 1000 മാസത്തിൻ്റെ അത്ര പുണ്യം എന്നല്ല പറഞ്ഞത്, 1000 മാസത്തേക്കാൾ എന്ന് പറയുമ്പോൾ ആ കാൾ എന്ന് വന്നതോടുകൂടി 1000 മാസം ഏറ്റവും ചുരുങ്ങിയത്, അതിൻ്റെ മേലേക്ക് എത്രയും കിട്ടാം, 1000 മാസത്തേക്കാൾ. ഇനി ഇതിനെക്കുറിച്ച് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് 1000 എന്നുള്ളത് അറബികളുടെ ഒരു സംസാര ശൈലിയാണ്. അതായത് ഒരുപാട് എന്നർത്ഥത്തിൽ 1000 എന്ന് ഉപയോഗിക്കും. നമ്മളും അങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലോ. 1000 അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് 1000 എന്നുള്ളൊരു എണ്ണമല്ല, മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത അല്ലെങ്കിൽ ഒരുപാട് എന്നർത്ഥത്തിലാണ്. അതേ രൂപത്തിലാണ് ഇവിടെ 1000 എന്ന് വന്നത്. 1000 മാസത്തേക്കാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്നർത്ഥത്തിലാണ് വന്നത് എന്നൊരു അഭിപ്രായം. മാത്രവുമല്ല അറബികൾ പലപ്പോഴും എണ്ണുമ്പോൾ 1000 വരെയാണ് അവരങ്ങനെ എണ്ണിപ്പോവുക. അതിനുശേഷം മേലേക്കുള്ളതൊക്കെ 1000ൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ചേർത്തിട്ടാണ് പറയുക. ഇപ്പോൾ മിഅത്ത് അൽഫ്, 100 1000, 1,00,000 എന്നുള്ളതിന് മിഅത്ത് അൽഫ് എന്നാണ് പറയുക. അപ്പോൾ 1000 വരെ എണ്ണിയിട്ട് പിന്നെ ബാക്കിയൊക്കെ 1000ൻ്റെ കൂടെ ചേർക്കുന്ന ഒരു സമ്പ്രദായമാണ് അറബികൾക്കുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും 1000 മാസം എന്ന് പറയുമ്പോൾ കുറേ അല്ലെങ്കിൽ ഒരുപാട് എന്ന അർത്ഥത്തിലാണ് വന്നത് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്നാണ് വന്നത്. ആ ഒരു ലൈലത്തുൽ ഖദ്റിന്, ആ രാത്രിക്ക്, നിർണയത്തിൻ്റെ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട്. അപ്പോൾ ഇവിടെ ആ രാത്രിക്കാണ് പുണ്യമുള്ളത്, അല്ലാതെ അവിടെ ആ രാത്രിയിൽ നാം ചെയ്യുന്ന അമലുകൾക്കല്ല എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാത്രി വളരെയധികം മഹത്വമേറിയ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. പക്ഷേ എന്ന് വിചാരിച്ച് അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു അമലിന് 1000 അമലുകൾ ചെയ്ത അല്ലെങ്കിൽ 1000 അമലുകൾ ചെയ്ത പുണ്യത്തേക്കാൾ വലിയ പുണ്യം കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഇവിടെ ആ രാത്രിയുടെ പുണ്യമാണ് പറഞ്ഞത്. രാത്രി വളരെയധികം മഹത്വമേറിയ രാത്രിയാണ്. കാരണം ഖുർആൻ അവതരിച്ച രാത്രിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മഹത്വമേറിയ രാത്രിയാണ്. ആ ഖുർആൻ ഇറങ്ങിയ രാത്രിയുടെ മഹത്വം 1000 മാസങ്ങളേക്കാൾ മഹത്വമേറിയതാണ്. പക്ഷേ എന്ന് വെച്ച്
അവിടെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ അമലുകൾക്ക് അത്രയധികം 1000 മാസം നമ്മൾ ചെയ്യുന്ന അമലുകളേക്കാൾ കൂടുതൽ പുണ്യം കിട്ടും എന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം ആ രൂപത്തിൽ തന്നെ പറയാം. നമ്മൾ ചെയ്യുന്ന ഒരു അമലിന്, ആ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു അമലിന് 1000 മാസങ്ങൾ നമ്മൾ അതേ അമൽ ചെയ്യുകയാണെങ്കിൽ എത്ര പുണ്യം കിട്ടും, അതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടും എന്ന് അർത്ഥം അതിന് കൊടുക്കാം എന്ന അഭിപ്രായവുമുണ്ട്. അതായത് 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും. അപ്പോൾ ഒരാൾ 83 വർഷവും 4 മാസവും ഒരു അമൽ ചെയ്താൽ എത്രയാണോ ആ അമലിന് പുണ്യം കിട്ടുക, അതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടും ഈ ഒരൊറ്റ രാത്രിയിൽ അദ്ദേഹം ആ അമൽ ചെയ്താൽ എന്ന് അർത്ഥം കൊടുത്തവരുണ്ട്. ആ രൂപത്തിലും അതിന് അർത്ഥം മനസ്സിലാക്കാം. ഇനി ഈ ലൈലത്തുൽ ഖദറിനെ വിധി നിർണയത്തിൻ്റെ രാത്രി എന്ന് പറയാനുള്ള കാരണമായിക്കൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന കാര്യം, ഒന്ന്, ആ രാത്രിയിലാണ് ഒരു മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ആ പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊരു വിധി, അത് സ്വീകരിക്കാത്ത ആളുകൾക്ക് മറ്റൊരു വിധി. ചില ആളുകളത് സ്വീകരിക്കും, ചില ആളുകൾ സ്വീകരിക്കില്ല. സ്വീകരിക്കുന്ന ആളുകൾക്കൊരു വിധി, സ്വീകരിക്കാത്ത ആളുകൾക്ക് മറ്റൊരു വിധി. അപ്പോൾ ഓരോരുത്തരുടെയും പരലോക മോക്ഷം, പരലോക വിജയം അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള വിധി നിർണ്ണയിക്കുന്ന രാത്രിയാണ് ഈ ഒരു ലൈലത്തുൽ ഖദർ. അത് ആ പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പരലോക വിജയം ലഭിക്കും, അല്ലാത്ത ആളുകൾക്കത് കിട്ടൂല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടുകൂടി ഒരു വിധി നിർണയത്തിൻ്റെ രാത്രിയായി അത് മാറി. ഇനി പരിശുദ്ധ ഖുർആനിൻ്റെ മുമ്പ് ശേഷം എന്നിങ്ങനെ 2 കാലഘട്ടം തന്നെ പറയാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പത്തെ കാലഘട്ടം, അതിന് ശേഷമുള്ള കാലഘട്ടം. കാരണം അത്രയധികം മാറ്റങ്ങളാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നത്. ഇനി രണ്ടാമത്, വിധി നിർണയത്തിൻ്റെ രാത്രി എന്ന് പറയുമ്പോൾ ശരിക്കൊരു ബജറ്റ് അവതരിപ്പിക്കുന്ന പോലെയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് ഭൂമിയിൽ നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിർണ്ണയിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും, എത്ര മഴ പെയ്യണം, എത്ര വിള ഉൽപ്പാദിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും അടുത്തൊരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഇവിടെ തീരുമാനമാകാൻ പോവുക. അപ്പോൾ വിധി നിർണയത്തിൻ്റെ രാത്രിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ആ ഒരു വിധി നിർണായക രാത്രിയിൽ, ആ ലൈലത്തുൽ ഖദറിൽ നമ്മൾ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു നല്ല വിധി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു കോടതിയിലൊക്കെ വിധി നടക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിൽക്കുമോ, അതേപോലെ ഈ ഒരു വിധി നമുക്ക് അനുകൂലമാവാൻ, നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷ കിട്ടാനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ, അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അടുത്തൊരു വർഷം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ എത്ര വെള്ളം കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര വെള്ളം കൊടുക്കണം, അതിനെക്കുറിച്ചൊരു ബജറ്റ് അവതരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഈ ഒരു ലൈലത്തുൽ ഖദറിൽ അള്ളാഹു മലക്കുകൾക്ക് അനുവാദം നൽകിയിട്ട് അവർ ചെയ്യുന്ന കാര്യം, എത്ര വെള്ളം ഇവിടെ വേണം, അല്ലെങ്കിൽ എത്ര വിളകൾ ഉണ്ടാവണം, എത്ര ചൂട്, എത്ര തണുപ്പ്, എല്ലാ കാര്യങ്ങളുടെയും വിധി നിർണ്ണയിക്കുകയാണ്. ഇനി മഹത്വത്തിൻ്റെ രാത്രി എന്നതിന് പറയാനുള്ള കാരണം, പരിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയാണ്, ഏറ്റവും മഹത്വമേറിയതാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ രാത്രിയും ഏറ്റവും മഹത്വമുള്ളതായിട്ട് മാറി. ഇനി ഇവിടെ പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്നൊരു സംശയം, ഈ ഖുർആൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കഴിഞ്ഞു പോയില്ലേ, പിന്നെ എല്ലാ വർഷവും നമ്മളിങ്ങനെ റമദാനിൽ ആ ഒരു ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കണോ, അത് കിട്ടുമോ എന്നുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു സൂറത്തിൻ്റെ ആദ്യ ആയത്തും അതുപോലെ തന്നെ 4-ാമത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ ആയത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നാണ് പറഞ്ഞത്. തീർച്ചയായും നാം അതിനെ, ആ ഒരു ഖുർആനെ ഖദറിൻ്റെ രാത്രിയിൽ, അല്ലെങ്കിൽ നിർണായകമായ രാത്രിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അവിടെ മാദിയായ രൂപത്തിൽ, പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയയാണ് ഉപയോഗിച്ചത്. എന്നാൽ 4-ാമത്തെ ആയത്തിലോ, 4-ാമത്തെ ആയത്തിൽ തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ എന്നാണ് പറഞ്ഞത്. മലക്കുകളും ജിബ്രീലും ആ രാത്രിയിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇറങ്ങും എന്നാണ്. ഇറങ്ങി എന്നല്ല, തനസ്സലു എന്നാണ്. ഇറങ്ങുന്നു അല്ലെങ്കിൽ ഇറങ്ങും. അപ്പോൾ ആ രാത്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം ഖുർആനിൻ്റെ അവതരണം അത് മുമ്പ് കഴിഞ്ഞു. അത് ഭൂതകാല ക്രിയയിൽ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ, മാദിയായ രൂപത്തിൽ അവിടെ പറഞ്ഞു, അത് കഴിഞ്ഞു, അവതരിച്ചു. എന്നാൽ ആ രാത്രിയിൽ നടക്കുന്ന മഹത്വമേറിയ കാര്യങ്ങളൊക്കെ അത് എല്ലാ വർഷവും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ,
ആ ദിവസം മലക്കുകളും ജിബ്രീലും ഒക്കെ അവതരിക്കും, ആ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാ കാര്യത്തെക്കുറിച്ചും അവൻ്റെ റബ്ബിൻ്റെ ഉത്തരവ് പ്രകാരം. അപ്പോൾ അള്ളാഹു ഇവിടെ ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടാണ് മലക്കുകളെ പറഞ്ഞേക്കുന്നത്. ആ ഉത്തരവ് നൽകിയിട്ടുണ്ട്, സമ്മതം നൽകിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ നടത്തണം എന്നുള്ളത്. അപ്പോൾ ആ ഉത്തരവും കൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം, ഈ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള അനുവാദം കിട്ടിയത് കൊണ്ട്, അതിനുള്ള ഉത്തരവ് കിട്ടിയത് കൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു. അപ്പോൾ രണ്ട് രൂപത്തിലും അതിനർത്ഥം കൊടുക്കാം. ഇനി എന്നാണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്നാണ് എന്നതിനെക്കുറിച്ചുള്ള 40ഓളം ഹദീസുകളുണ്ട്. അതെല്ലാം കൂടെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈലത്തുൽ ഖദർ റമദാനിലെ രാത്രിയിലാണ് നടക്കുന്നത്. ഒന്നും കൂടെ അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ, ആ റമദാനിലെ എല്ലാ രാത്രികളുടെയും കൂട്ടത്തിൽ നിന്ന് അവസാനത്തെ 10 രാത്രികൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്, അന്നാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇനി ആ ഒരു അവസാനത്തെ 10 രാത്രികളിൽ നിന്ന് ഒറ്റയിട്ട രാത്രികളിൽ ആ ലൈലത്തുൽ ഖദർ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതൊക്കെ സാധ്യതകളെ പറയാൻ പറ്റുള്ളൂ. കൃത്യമായി ഈ ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ലൈലത്തുൽ ഖദർ എന്നാണെന്നുള്ളത് അറിയിച്ചു കൊടുത്തിരുന്നു. അത് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ അവിടെ ഒരു വഴക്ക് കണ്ടു. അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. അതിനുശേഷം പിന്നീടത് മറന്നുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു, പക്ഷേ അതെന്നിൽ നിന്ന്, ആ അറിവ് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം. ഗുണകരമായേക്കാം എന്ന് പറഞ്ഞാൽ അതെന്നാണെന്ന് പറഞ്ഞാൽ അന്ന് മാത്രമേ നന്മകൾ ചെയ്യുള്ളൂ കൂടുതലായിട്ട്. എന്നാണെന്ന് അറിയാത്തിടത്തോളം ഒരുപാട് നന്മകൾ ചെയ്യും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അക്ഷരാർത്ഥത്തിലുള്ള വായന തെറ്റാണ്. ചില ആളുകളൊക്കെ വിചാരിച്ചത് എന്ത് തെറ്റും ചെയ്ത് നടന്നതിന് ശേഷം ആ ലൈലത്തുൽ ഖദർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി. അതായത് ഏത് തെറ്റും ചെയ്ത് ജീവിക്കുക, എന്നിട്ട് റമദാനിലെ അവസാനത്തെ 10 അല്ലെങ്കിൽ അവസാനത്തെ 10 ഒറ്റയെട്ട് രാവുകളിലൊക്കെ ഇരുന്ന് കുറേ പ്രാർത്ഥിക്കുക. അപ്പോൾ ലൈലത്തുൽ ഖദർ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ചെയ്ത എല്ലാം പുറത്തു വരുമല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു സങ്കല്പം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്കുള്ളൊരു ഓഫറാണ് ഈ ലൈലത്തുൽ ഖദർ. അതല്ലാതെ കുറേ തെറ്റുകൾ ചെയ്തിട്ട് ലൈലത്തുൽ ഖദർ വരുമ്പോൾ ആ ഒരു ലൈലത്തുൽ ഖദർ കിട്ടിയാൽ എൻ്റെ എല്ലാ തെറ്റുകളും പോകുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാ വർഷവും ലൈലത്തുൽ ഖദറിന് വേണ്ടി കാത്തിരിക്കുക, ബാക്കി ദിവസങ്ങളിലൊക്കെ തെറ്റ് ചെയ്യുക, അത് അക്ഷരവായനയാണ്, തെറ്റാണ്. അതേസമയം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്കുള്ള ഒരു ഓഫറാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഇനി ഇത് പറയുമ്പം ചില ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്, അള്ളാഹു എന്തിനാണ് ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിക്കുന്നത്? സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ കഴിവുള്ളവനല്ലേ എന്നുള്ളത്. അള്ളാഹുവിന് എല്ലാം ചെയ്യാൻ കഴിയും, കഴിവില്ലാത്തത് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ ഒരു സിസ്റ്റം, അള്ളാഹുവിൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെയാണ്. അള്ളാഹു അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മലക്കുകളെയും അള്ളാഹു തന്നെ സൃഷ്ടിച്ചതാണല്ലോ. അള്ളാഹു തന്നെ സൃഷ്ടിച്ചതാണ് മലക്കുകളെ. ആ മലക്കുകൾക്ക് ഉത്തരവ് നൽകുന്നതും അള്ളാഹുവാണ്. എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും അള്ളാഹുവാണ്. എന്നിട്ട് അത് ചെയ്യാനുള്ള ഉത്തരവ് നൽകി, അത് ചെയ്യാനുള്ള അനുമതി നൽകി, അത് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അള്ളാഹുവിന് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യകാരണ ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു മരത്തിൻ്റെ മേലൊരു പഴം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മരത്തിൻ്റെ ചെടി നമ്മൾ കുഴിച്ചിടണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിത്ത് കുഴിച്ചിടണം, അത് മുളച്ചു വരണം, അതിന് വെള്ളവും മറ്റുമൊക്കെ കൊടുക്കണം, അത് വലുതാവണം, അതിൻ്റെ മേലെ പൂവും കായും ഒക്കെ വരണം. ആ രൂപത്തിലേ പറ്റുള്ളൂ. അതല്ലാതെ അള്ളാഹു എല്ലാ സ്ഥലത്തേക്കും ആവശ്യമുള്ള രൂപത്തിൽ പഴം അതങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കല്ല. അതുണ്ടാവാനൊരു കാര്യകാരണ ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാര്യകാരണ ബന്ധങ്ങൾ വേണ്ടേ? അതല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ വീട്ടിനകത്തൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാകെ എണീറ്റ് ഓടൂലേ പേടിച്ചിട്ട്? അപ്പോൾ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യകാരണ ബന്ധം വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് എല്ലാം നടക്കുക. അപ്പോൾ ഇത് മലക്കുകളെ ഏൽപ്പിക്കുന്നത് അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, അത് അള്ളാഹുവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ സമ്പ്രദായം അങ്ങനെയാണ്. മറ്റൊരു കാര്യം, തനസ്സലുൽ മലായിക്കത്തു വർ റൂഹു, മലക്കുകളും ജിബ്രീലും ഇറങ്ങുന്നു. ജിബ്രീലും ഒരു മലക്ക് തന്നെയല്ലേ? അപ്പോൾ മലക്കുകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ ജിബ്രീലിനെ അല്ലെങ്കിൽ റൂഹ് എന്ന് എടുത്തു പറഞ്ഞത്? അതിൻ്റെ ഒരു കാരണം,
ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ട്, മലക്കുകളുടെ നേതാവായതുകൊണ്ട് ആ ഒരു നേതാവിനെ എടുത്തു പറഞ്ഞു, ബാക്കി മലക്കുകളെ ഒന്നിച്ചും പറഞ്ഞു. അതാണ് ആ തരത്തിൽ അത് എടുത്തു പറയാനുള്ള കാരണം. ഇമാം റാസി റഹ്മുള്ളയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്നത്തെ ദിവസം ഭൂമിയിൽ ഒരിടം പോലും ബാക്കിയുണ്ടാവില്ല ഈ മലക്കുകൾ സുജൂദ് ചെയ്യാത്തതായിട്ട്. എല്ലാ സ്ഥലത്തും മലക്കുകൾ സുജൂദ് ചെയ്യും. അത്രയധികം മലക്കുകളാണ് ആ ഒരു ദിവസം അവതരിക്കുക. ഇനി ഈ ഒരു ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കെന്തെങ്കിലും മാർഗമുണ്ടോ? അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമോ? ലൈലത്തുൽ ഖദ്ർ ഇന്നലത്തെ രാത്രിയിലായിരുന്നു ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് തോന്നുന്നു എന്ന രൂപത്തിലൊക്കെ കൃത്യമായിട്ട് നമുക്കത് പറയാൻ നിർവാഹമില്ല. ചില ഹദീസുകളിൽ അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്ക് കൃത്യമായിട്ട് ആ തരത്തിൽ സൂചനകൾ വെച്ചോ മറ്റോ നമുക്ക് ആ തരത്തിൽ പ്രവചിക്കാൻ സാധ്യമല്ല. ഇനി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആ ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുള്ള രാത്രികളിൽ ആ സത്യവിശ്വാസിക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, നീ മാപ്പാക്കുന്നവനാണ്, നീ അങ്ങനെ മാപ്പാക്കുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പാക്കി തരയണമേ. ഈ ഒരു ലൈലത്തുൽ ഖദ്ർ നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു ഓഫറാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, കുറേ മുമ്പ് കാലങ്ങളിൽ ജീവിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു കുറേ അധികം ആയുസ് നൽകിയിരുന്നു. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം പ്രബോധനം നടത്തിയെന്ന് പറയുമ്പോൾ എന്തായാലും ഏകദേശം 1000 വർഷത്തോളമൊക്കെ ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്രയധികം ജീവിച്ച ആളുകൾ, അതിനേക്കാൾ പഴക്കം ചെല്ലുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നു ആളുകൾക്ക് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയധികം ആയുസ് ഉണ്ടായിട്ട് അത്രയധികം ആരാധനാകർമ്മങ്ങൾ അവർക്ക്, അത്രയും വർഷം ആരാധനാകർമ്മം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും വർഷം ആരാധനാകർമ്മങ്ങൾ നടത്തിയ അവരും വെറും 60, 70, 80 ഒക്കെ കൊല്ലം ജീവിക്കുന്ന നമ്മളും എങ്ങനെയാണ് ഒരേ സ്വർഗത്തിലേക്ക് പോവുക, ഒരേ ദർജയിലേക്ക് എങ്ങനെ എത്തുക? ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഒക്കെ ഇടയിൽ, അല്ലെങ്കിൽ 60, 70, 80 ആ ഒരു രൂപത്തിലൊക്കെയാണല്ലോ ആയുസ് വരുന്നത്. മുമ്പ് കാലങ്ങളിൽ 1000, 2000 ഒക്കെ വർഷം ആളുകൾ ജീവിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 60 വർഷം അല്ലെങ്കിൽ 70 വർഷം 80 വർഷമൊക്കെ. അപ്പോൾ നമുക്കാകെ 60, 70 വർഷം ആരാധനാകർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം തന്നിട്ടുള്ളൂ. എന്നാൽ പണ്ട് കാലത്തുള്ള ആളുകൾക്ക് ഒരുപാട് അധികം സമയം നൽകി. എങ്ങനെയാണ് അവരത്രയും കാലം അധികം ആരാധനാകർമ്മങ്ങൾ ചെയ്ത അവരുടെ കൂട്ടത്തിലേക്ക് നമ്മളെത്തുക? അങ്ങനെ നമുക്കും അവരെ കൂടെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അതേ പുണ്യം നമുക്കും കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകുന്ന ഓഫറുകളിൽ ചിലതാണിതൊക്കെ. അതായത് ലൈലത്തുൽ ഖദ്ർ കിട്ടുന്നതോടുകൂടി കുറേ വർഷങ്ങൾ പുണ്യം ചെയ്ത ആ ഒരു ഫലം നമുക്ക് കിട്ടുകയാണ്. ഒരു ജമാഅത്ത് നിസ്കാരം നിസ്കരിക്കുന്നതോടുകൂടി ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും അള്ളാഹു ഈ തരത്തിൽ ഓഫറുകൾ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ഓഫറുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മുമ്പ് കാലങ്ങളിൽ 1000, 2000 ഒക്കെ വർഷം ജീവിച്ച ആളുകൾ അവർ നേടിയെടുത്ത പോലെയുള്ള അതേ സ്വർഗവും അതേ കൂലിയും ഒക്കെ നമുക്കും നേടിയെടുക്കാനുള്ള അവസരമുണ്ട് എന്നർത്ഥം. ഇനി ഈ ഒരു സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് തനസ്സലുൽ മലായിക്കത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് മിൻകുല്ലി അംരിൻ സലാം എന്ന് മറ്റൊരു ഭാഗമായിട്ട് അർത്ഥം പറയുന്നവരുണ്ട്, ആ രൂപത്തിൽ പാരായണം ചെയ്യുന്നവരുണ്ട്. അതായത് മിൻകുല്ലി അംരിൻ സലാം, എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷയും സമാധാനവും. ഇനി എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുക്കാതെ 23 വർഷങ്ങൾ കൊണ്ട് ഘട്ടം ഘട്ടമായി സന്ദർഭത്തിനനുസരിച്ച് ഇറക്കി കൊടുത്തത്? അതിൻ്റെ കാരണം, ഒന്നിച്ച് പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്താൽ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച്, ആവശ്യം വരുന്നതിനനുസരിച്ച് അല്പാൽപമായി അവതരിപ്പിച്ചു കൊടുത്തു. ഓരോ ഖുർആൻ്റെ വചനങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അത് ആളുകൾക്ക് പഠിക്കാനും അത് ഉൾക്കൊള്ളാനുള്ള സമയം അനുവദിച്ചു. എന്നിട്ടാണ് അടുത്ത ഭാഗം അവതരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇന്ന, അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഇന്ന അൻസൽനാഹു, അവിടെ ഇന്ന എന്നുള്ള നീട്ടൽ വന്നു. ശേഷം ഹംസയാണ്. അൻസൽനാഹു എന്നുള്ളിടത്ത് തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെയാവുമ്പോൾ 4, 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇന്ന അൻസൽനാഹു, സായിൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അൻസൽനാഹു, അൻ എന്ന് പറയില്ല, അൻസൽനാഹു. അൻസൽനാഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹ ഉലമീർ ഉണ്ട്. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയാൽ ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ടെങ്കിലും
മുമ്പുള്ളത് ഒരു നീട്ടലാണ്, അൻസൽനാ എന്ന് പറഞ്ഞ നീട്ടലാണ്. ആ നീട്ടലിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല, അത് സുക്കൂനുള്ള അക്ഷരമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് ആ ഹ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷവും രണ്ട് ഭാഗത്തും ഹർക്കത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്തേ ഉള്ളൂ, രണ്ട് ഭാഗത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് നീട്ടാൻ അനുവാദമില്ല, അവിടെ അൻസൽനാഹു എന്ന് പറയാനേ പറ്റുള്ളൂ. ഫി ലൈലത്തിൽ ഖദർ, ഖദർ അവിടെ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം. അവസാനത്തെ റാഇന് സുക്കൂനിട്ട്. വമാ അദ്റാക്ക, നേരത്തെ പറഞ്ഞ പോലെ മാ എന്നുള്ള മദ്, അദ്റാക്ക എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ വമാ അദ്റാക്ക, അദ്റാക്ക ദാലിൻ്റെ സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയാം. മാ ലൈലത്തുൽ ഖദർ, ഖദർ എന്ന് പറയുമ്പോൾ ആ ദാലിന് സുക്കൂന് അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. ഖുത്തുബ് ജദ് 5 അക്ഷരങ്ങൾ ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ കുറച്ച് വെളിവാക്കി പറയണം, അല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ പറയണം. അപ്പോൾ ഖദർ, ആ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അടുത്ത ആയത്ത് ലൈലത്തുൽ ഖദ്രി, അവിടെ റാഇന് കസ്റാണ്, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ഖൈറും മിൻ, മീമിൻ്റെ മുമ്പ് തൻവീന് വന്നു, ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഖൈറും മിൻ, ഖൈറും മിൻ. മിൻ അൽഫി, ഹംസയുടെ മുമ്പ് സുക്കൂണിന് വന്നു, ഇൽഹാർ ചെയ്യുക, വെളിവാക്കുക. അപ്പോൾ മിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻ അൽഫി ഷെഹർ, അവസാനത്തെ റാഇന് സുക്കൂനിട്ട് നിർത്തുക. തനസ്സലുൽ മലായിക്കത്തു, മലായിക്കത്തു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത്. ലാ ഇ, അവിടെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാകുമ്പോൾ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ, അവിടെ റബ്ബിഹിം എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, മിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹർക്കത്തുള്ള മീമ്. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു. അങ്ങനെയാകുമ്പോൾ രണ്ടും കൂടെ ലയിപ്പിക്കുക, എന്നിട്ട് ഒറ്റ മീമിന് ഷദ്ദിട്ട പോലെ പറയാം. അതിനെ ഇദ്ഗാം മുത്തമാസിലൈനി എന്ന് പറയും. അതിൽ തന്നെ മീമായതുകൊണ്ട് ഇദ്ഗാം ഷഫവി എന്നും പറയും. അപ്പോൾ റബ്ബിഹിം മിൻ കുല്ലി അംർ, മിൻ എന്നുള്ളിടത്ത് നൂന് സുക്കൂനുണ്ട്, ശേഷം കാഫാണ്. കാഫിൻ്റെ മുമ്പ് സുക്കൂന് വന്നാൽ ആ സുക്കൂനിനെ അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മിൻ കുല്ലി അംർ, അവസാനത്തെ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. സലാമുൻ ഹിയ, ഹാഇൻ്റെ മുമ്പ് തൻവീന് വന്നു, ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയാം. അപ്പോൾ സലാമുൻ, സലാമുൻ ഹിയ ഹത്ത മത്ലഇൽ ഫജ്ർ, അവിടെ ജീവന് സുക്കൂനാണ്, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. അവസാനത്തെ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുകയും ചെയ്യാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്നാ അൻസൽനാഹു, അൻസൽനാഹു എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ഫേലും ഫായിലും മഫൂലും ബിഹിയും വന്നു. അൻസല എന്നുള്ളതാണ് ഫേല്, ക്രിയ. നാ എന്നുള്ളതാണ് അവിടെ ഫായിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ്, കർത്താവ്. ഹു എന്നുള്ളതാണ് മഫൂലും ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, കർമ്മം. ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നെടുത്തു കഴിഞ്ഞാൽ ഖദറിൻ്റെ രാത്രി. മുലാഫ് മുലാഫിൻ ലഹി പദപ്രയോഗമാണ്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുമ്പോഴാണ് മുലാഫ് മുലാഫിൻ ലഹി പദപ്രയോഗം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ലൈലത്ത് എന്നുള്ളതിനെ ഖദറിലേക്ക് ചേർത്തു. അതുകൊണ്ട് ഇവിടെ അൽ ഖദർ എന്നുള്ളത് മുലാഫിൻ ലഹിയാണ്, അതിന് ജെറ് കൊടുക്കണം. അതുകൊണ്ടാണ് ഖദിരി എന്നെഴുതിയത്. ഇനി ലൈലത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ ഫീ വന്നപ്പോൾ ഫീ ലൈലത്തി എന്നായി. ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അവിടെ ലൈലത്തുൽ ഖദർ വീണ്ടും വന്നു, മുലാഫ് മുലാഫിൻ ലഹിയാണ്. ലൈലത്തുൽ ഖദ്രി വീണ്ടും അത് ആവർത്തിച്ചു. ഖൈറും മിൻ അൽഫി ഷെഹർ, ഈ അൽഫി ഷെഹർ എടുത്തു കഴിഞ്ഞാൽ അതും മുലാഫ് മുലാഫിൻ ലഹിയാണ്. അൽഫ് എന്നുള്ളതിനെ ഷെഹറിലേക്ക് ചേർത്തു. അപ്പോൾ ഷെഹർ എന്നുള്ളതിന് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് ഷെഹിരിൻ എന്നെഴുതിയത്. ഇനി മിൻ അൽഫി, ആ അൽഫ് എന്നുള്ളതിന് മുമ്പിൽ മിൻ വന്നു, അപ്പോൾ മിൻ അൽഫി എന്നായി, കാരണം ഹർഫ് ജറാണ്. തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹ, തനസ്സലു ഇറങ്ങും അല്ലെങ്കിൽ ഇറങ്ങുന്നു. ആര്? അൽ മലായിക്കത്തു, മലക്കുകൾ. അതുകൊണ്ട് ആ ഒരു മലായിക്കത്ത് എന്നുള്ള പദം സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർത്താവാണ് അല്ലെങ്കിൽ ഫായിലാണ്.
ഇനി ആ ഒരു മലായിക്കത്തിലേക്ക് ചേർത്തുകൊണ്ട് മറ്റൊരു മഫ്ഊലും ബിഹി കൂടെ ഉണ്ട്. അതാണ് റൂഹു എന്നുള്ളത്. അത്തഫിൻ്റെ വാവിട്ട് എഴുതിയത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മലായിക്കത്തിന് കൊടുത്ത അതേ നിയമം ഈ റൂഹ് എന്നുള്ളതിനും ബാധകമാണ്. റൂഹ് അതിലേക്ക് ചേർക്കപ്പെട്ടതാണ്, മഅത്തൂഫാണെന്ന് പറയാം. അതുകൊണ്ട് രണ്ടിനും ഒരേ ഇറാബായിരിക്കും വരിക. ഇവിടെ ഫായിലായതുകൊണ്ട് മലായിക്കത്തു, അതേപോലെ റൂഹു രണ്ടിനും റഫ് കിട്ടിയിട്ടുണ്ട്, അത് ഫായിലായതുകൊണ്ട്. ഫിഹ ബി ഇദ്നി റബ്ബിഹിം, അവിടെ ഇദ്നു റബ്ബിഹിം എന്ന് പറഞ്ഞാൽ ആ ഇദ്ൻ എന്നുള്ളതിനെ റബ്ബിലേക്ക് ചേർത്ത് മുദാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ട് റബ്ബി എന്ന് എഴുതാവൂ, അതാണ് മുദാഫിൻ ഇലൈഹി. മിൻ കുല്ലി അമ്ര, കുല്ലു അമ്രിൻ, അവിടെയും മുദാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. കുല്ല് എന്നുള്ളത് മുദാഫ്, അമ്ര എന്നുള്ളത് മുദാഫിൻ ഇലൈഹി. സലാമുൻ ഹിയ ഹത്ത മത്ലഉൽ ഫജ്ർ, ഹത്ത എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, അതുകൊണ്ടാണ് മത്ലഅ എന്ന് എഴുതിയത്. ഈ മത്ലഉൽ ഫജ്ർ അല്ലെങ്കിൽ മത്ലഉൽ ഫജ്ർ എന്നൊക്കെ പറയുമ്പോൾ അത് മുദാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. അതുകൊണ്ട് മുദാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറ് കിട്ടണം. അതുകൊണ്ടാണ് മത്ലഉൽ ഫജ്രി അവസാനത്തിൽ കസ്റിട്ട് എഴുതാനുള്ള കാരണം, അത് മുദാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.